ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഇതുവരെയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയപ്പോൾ ഞാൻ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾസിന്റെ വീഡിയോ കാണുകയുണ്ടായി. സോ നോർമലി നമ്മൾ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ അവരെ കണ്ടപ്പോൾ എനിക്ക് അവരെ കുറിച്ച് ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. സോ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാം. ആക്ച്വലി ഇവര് ഭയങ്കര വൈറൽ കപ്പിൾസ് ആയിരുന്നു നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിൽ. അതായത് ആ ഒരു സമയത്ത് കല്യാണം കഴിച്ചവരാണ് ഇവര്. അപ്പോ ഈ കുട്ടിക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡ് 21, 22, 23 വയസ്സുള്ള അമൽ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. ആ കുട്ടിയുടെ പേര് പൂജ എന്നാണ്. സോ അവരുടെ ചാനലിന്റെ പേര് പൂജ മോൾ എന്നാണ് അവരുടെ ചാനലിന്റെ പേര്. സോ ഇപ്പൊ അവരിങ്ങനെ ഭയങ്കര കത്തി കയറി നിൽക്കുകയാണ്. അപ്പോ എനിക്ക് തോന്നി ആ ഒരു ചാനൽ ഒരു രീതിയിൽ പോലും ഒരു പോസിറ്റിവിറ്റി ഷെയർ ചെയ്യുന്ന ഒരു ചാനലല്ല. പക്ഷെ എൻ്റെ ചാനൽ ഭയങ്കര പോസിറ്റിവിറ്റി ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരൊരു Q&A ചെയ്തിരുന്നു. അപ്പൊ അതില് അവര് തന്നെ പറയുകയുണ്ടായി അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളാണെന്ന്. സോ അതുകൊണ്ട് മാത്രം, ആ ഒരു വേർഡ് കേട്ടത് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കാര്യം കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അവര് നമുക്ക്, അതായത് കുറച്ച് മുതിർന്നവർക്കൊക്കെ ആകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയേതാണ് തെറ്റേതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അറിയില്ല ശരിയേതാണ് തെറ്റേതാണ്, അങ്ങനെ അവർക്ക് ആ ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമില്ല. പക്ഷെ ഇപ്പൊ എല്ലാ റോൾ മോഡൽസും നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് അല്ലെ. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് റോൾ മോഡൽസ്. സോ ഇവരെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഇപ്പൊ പ്രേമിച്ചോണ്ട് 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് കല്യാണം കഴിച്ചു, അവർ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്കും കല്യാണം കഴിച്ചൂടെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ഒരു കാരണം, എനിക്ക് ഏറ്റവും വലുതായിട്ടൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് 18 വയസ്സുണ്ടോ? ആക്ച്വലി ഞാനൊക്കെ എൻ്റെ 10ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് 15 വയസ്സായിരുന്നു. സോ ഞാൻ +1 കഴിയുമ്പോഴത്തേക്ക് 16 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ +1. ഈ കുട്ടി പറയുന്നുണ്ട് 18 വയസ്സാണെന്ന്. പക്ഷേ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്, 18 വയസ്സായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം നോർമലി നമ്മളൊക്കെ +1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 16 വയസ്സ്, +2 നമുക്ക് 17 വയസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഗൈസ്. സോ എനിക്കത് ഭയങ്കരമായിട്ടും, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല 18 വയസ്സുള്ള ആൾക്കാർ +1 അല്ലെങ്കിൽ +2 പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബാക്ക് പേപ്പറൊക്കെ ഉണ്ട്, അല്ല ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഫെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആവാമായിരിക്കാം. പക്ഷെ അത് എനിക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ആ ഒരു ചാനൽ കാണിക്കുന്നത് ആ കുട്ടി സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും അങ്ങനെ അത് എനിക്ക് അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോർമലി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇടയ്ക്ക് കുറെ ഇങ്ങനെ ലവ് മാരേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരും സ്കൂളിലൊന്നും പോകുന്നത് കണ്ടിട്ടില്ല. സോ ഈ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ആ ഹസ്ബൻഡ് ആ കുട്ടീനെ പഠിപ്പിക്കാനൊക്കെ വിടുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര മാതൃകയാണ്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഒക്കെ റോൾ മോഡൽസ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി സ്കൂളിൽ വിടുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങും അല്ലെ. അത് നമ്മൾ അമ്മമാരോ അല്ലെങ്കിൽ നമ്മളാരും പഠിപ്പിച്ചിട്ടൊന്നും അല്ല. പക്ഷെ നമ്മളെല്ലാവരും, നമ്മൾ തന്നെ എപ്പോഴും ഈ ഫോൺ, യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, നമ്മളൊക്കെ നല്ല അഡിക്റ്റഡ് ആണ് അല്ലെ. ഒരുപാട് ബ്ലോഗേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അറിയില്ല ഇതിലേതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്കും അവരും വിചാരിക്കും അടിപൊളിയാണ്, കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എന്താണ്, അടിപൊളിയാണ്, നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഒരാളുണ്ട്, അതുപോലെ തന്നെ എപ്പം എന്ത് ഫുഡ് വേണമെങ്കിലും വാങ്ങിച്ചു തരും, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. കാരണം അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്, അവർ വാങ്ങിച്ചു തരത്തില്ല, അവരടുത്ത് കൊണ്ടുപോകത്തില്ല. അങ്ങനെ അപ്പൊ ഹസ്ബൻഡ് ആണ് എല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു തോട്ട് അവരുടെ മൈൻഡിലേക്ക് വരാം. സോ അതുപോലെ തന്നെ
അവർക്ക് ആ ഒരു വീഡിയോയിൽ ഒരിക്കൽ പോലും കല്യാണം കഴിച്ചതിൽ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. പക്ഷെ ഞാനും പ്രേമിച്ച് തന്നെ കെട്ടിയ ഒരാളാണ്. ഞാൻ 7 വർഷം 6 വർഷം പ്രേമിച്ചു. 6ാമത്തെ വർഷം വീട്ടിൽ പറഞ്ഞു. പിന്നെ ഒരു 1 ഇയറിലെ സ്ട്രഗിൾ ആയിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. അതൊരു വേറൊരു ഫേസിലേക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാണ്. സോ അത് നമ്മളെ വളർത്തി നമ്മളെ ഇത്രയും ആക്കിയ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ആ ഒരു ഫേസിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം. അതൊക്കെ ഞാൻ എൻ്റെ ലവ് സ്റ്റോറിയിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഞങ്ങളും ഇവർ ചോദിക്കുമായിരിക്കും നിങ്ങളും പ്രേമിച്ചാൽ. ഞങ്ങളും പ്രേമിച്ച് തന്നെ കിട്ടിയവരാണ്. പക്ഷെ നമ്മൾ പ്രേമിച്ചു. പക്ഷെ നമ്മൾ കോളേജിൽ പ്രേമിച്ചതാണ്. പ്രേമിച്ചു. പക്ഷെ അന്നും നമുക്ക് എന്താണ്, സ്വന്തം കാലിൽ നിൽക്കണം, ജോലി വാങ്ങിക്കണം. സോ അതുകൊണ്ട് ഞാൻ നമ്മളെപ്പോഴും ഒരു ലവ് മാരേജ് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ കല്യാണം കഴിക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു കാര്യം. ഏറ്റവും വലിയ ഒരു മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുന്നത് തന്നെയാണ്. നമ്മൾ ഇന്നൊരാളെ ചായ കുടിക്കാൻ കണ്ട് നാളെ ഒരാളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്ന ഒരാളല്ല. കാരണം നമുക്ക് അവരെ എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവത്തില്ല. സോ അത് കല്യാണം കഴിച്ച് കൂടെ താമസിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെ. സോ അതിനു മുന്നേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആകാൻ, അല്ലെങ്കിൽ മേ ബി അത് നമ്മൾ ലവ് മാരേജിനോട് തന്നെയാണ് ഞാൻ 101% ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മുടെ ചാനലിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ വെക്കുക. അതായത് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഇത്രയും വളർത്തി പഠിപ്പിച്ച് നമ്മളെ ഇങ്ങനെ ഇവിടെ ഒന്ന് ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നടക്കാൻ വേണ്ടിയല്ലേ നമ്മളെ ഈ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന നമ്മുടെ അച്ഛനെയും അമ്മയും ഒരിക്കലും വേദനിപ്പിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ആ ഒരു ലൈഫിലേക്ക് കടക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെ ആയിരിക്കണം കല്യാണം. അത് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമ്മൾ എപ്പോഴും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡിന് മാത്രം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിനും വൈഫിനും കൂടെ ജോലി ഉണ്ടെങ്കിൽ പോലും പാടാണ്, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സോ അവരുടെ ആ ഒരു വീഡിയോസിലൊക്കെ കണ്ടാൽ അറിയാം, ചുറ്റുപാടൊക്കെ ഭയങ്കര ഒരു ദയനീയമായിട്ടുള്ളൊരു ചുറ്റുപാടാണ്. സോ ഈ കുട്ടിയെ ഇനി ഇവര് പഠിപ്പിക്കണം. അപ്പൊ അതും അവർക്കൊരു ബേർഡൻ ആണ്. ആ ചെറുക്കൻ കൊച്ചിന്റെ ഫാമിലിക്കും അതൊരു ബേർഡൻ ആയിരിക്കാം. സോ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത്രയും വിഷമിക്കുന്നുണ്ടായിരിക്കാം. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഒരു ഫാമിലി ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക. എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ എപ്പോഴും നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ നമ്മൾ കല്യാണം എന്നൊരു കാര്യം ചിന്തിക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴേ അറിയാം. സോ അത് കാണരുതെന്നൊന്നുമല്ല, കാണുമ്പോൾ മനസ്സിൽ ഈ ഒരു കാര്യം വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ നമ്മൾ കല്യാണം കഴിക്കാറുള്ളൂ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ നമ്മൾ ആ ഒരു ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ, ഒരു 3-4 വർഷം വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ പിടിച്ച് കെട്ടിക്കും, കല്യാണം കഴിപ്പിക്കും. സോ നമ്മുടെ അവിടെ എൻ്റെ ലവ് സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ പേരൻസ് ആണ്. സോ അവർ നമ്മളെ മനസ്സിലാക്കും. സോ അതുകൊണ്ട് ഒളിച്ചോടാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പിന്നെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ +2 പഠിക്കുന്ന കുട്ടിക്ക് 18 വയസ്സാണോ? എൻ്റെ ഒരു ചോദ്യമാണ് ഗൈസ്. സോ ആരും അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ +2 പഠിക്കുമ്പോൾ എനിക്ക് 17 വയസ്സായിരുന്നു. സോ
എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മേ ബി ഇനിയിപ്പോൾ ആ കുട്ടി ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഫെയിൽ ആയതോ അല്ലെങ്കിൽ നേരത്തെ കൊണ്ട് ചേർത്തതോ എന്തെങ്കിലും ആയിരിക്കാം. സോ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു കാരണം ആ കുട്ടിയുടെ Q&Aയിലും അവർ സംസാരിച്ചിരുന്നു അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളാണെന്ന്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ ആയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോനെ കുറിച്ച് സംസാരിച്ചതാണ് ഗൈസ്. സോ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ ഓടി വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.